ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അതിൻ്റെ അന്വേഷണം CBI ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വാദം ഇന്ന് വീണ്ടും കേൾക്കുകയാണ് കോടതി. അപ്പോൾ അതിൽ CBI അന്വേഷണം വേണ്ട എന്നാണ് സർക്കാർ നേരത്തെ തന്നെ കോടതിയെ അറിയിച്ച നിലപാട്. കാരണം പോലീസിൻ്റെ അന്വേഷണങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടാണ് നടക്കുന്നത് എന്നാണ്. ഇതിൽ CBI വരണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാരണങ്ങളാണ് അതിന് പിന്നിൽ വേണ്ടത്? യഥാർത്ഥത്തിൽ ഒരുപാട് ദുരൂഹതകൾ ഈ ഒക്ടോബർ 15 ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഇങ്ങോട്ട് പല രീതിയിലുള്ള വീഴ്ചകളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പല പ്രധാനപ്പെട്ട തെളിവുകളും വളരെ വൈകിയാണ് അവർ ശേഖരിക്കുകയടക്കം ചെയ്തത്. കേസ് ഡയറി സമർപ്പിക്കുന്നതിൽ വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു. അതിൽ പ്രധാനപ്പെട്ട പല തെളിവുകളും ഹാജരാക്കിയില്ല തുടങ്ങിയ ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും CBI ഇതിൽ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇത് CBI ഈ അന്വേഷണം വരണമെങ്കിൽ മഞ്ജുഷയുടെ അഭിഭാഷകൻ വളരെ കൃത്യമായിട്ട് ഈ നവീൻ ബാബു മരിച്ചതിന് ശേഷം നടന്ന പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കണം. വളരെ കൃത്യമായിട്ട് അഭിഭാഷകന് അത് ഒരു പഴുതുമില്ലാതെ കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ മാത്രമേ CBI അന്വേഷണം വരികയുള്ളൂ. ഇല്ലെങ്കിൽ കോടതി ഇക്കാര്യത്തിൽ CBI അന്വേഷണം നിർദ്ദേശിക്കുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. ഇവിടെ നമ്മൾ ഈ സംഭവത്തെ നമുക്ക് രണ്ടായിട്ട് തിരിച്ചു കാണണം. നവീൻ ബാബു ജീവിച്ചിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ, നവീൻ ബാബു മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ. നമുക്ക് ഈ നവീൻ ബാബു മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് വിശകലനം ചെയ്യാം. വളരെ കൃത്യമാണ്, പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരുപാട് വീഴ്ചകളുണ്ട്. ഈ സാധാരണ ഒരു തൂങ്ങി മരണം നടന്നാൽ ആൾക്കാർ ആ തൂങ്ങി മരിച്ച ആളുടെ ബോഡി അഴിച്ച്, അവരറിയുന്നില്ലല്ലോ മരിച്ചോ ഇല്ലയോ, ജീവനുണ്ടെന്ന് വിചാരിച്ച് ഇതിനെ അഴിച്ച് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത് തൂങ്ങി നിൽക്കുകയായിരുന്നു, ബോഡി തൂങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ പോലീസ് അവിടെ എത്തിയാൽ ആദ്യം ഇൻക്വസ്റ്റ് തയ്യാറാക്കും. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയാൽ ഉടനെ ചെയ്യുന്നത് പോലീസിൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടാവും. ഈ ഫോട്ടോഗ്രാഫറെ വിളിച്ച് ഇതിൻ്റെ ഫോട്ടോകൾ എടുക്കും, വിവിധ ആംഗിളുകളിലുള്ള ഫോട്ടോകൾ എടുക്കും. ഇതൊക്കെ പിന്നീട് തെളിവുകളാണ്. ഇവിടെ അത് എടുത്തോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. അതിൻ്റെ യാതൊരു തരത്തിലുള്ള വിശദീകരണവും പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതൊരു വീഴ്ചയാണ്. അത് ആ ഫോട്ടോ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടോ, ഈ പറയുന്നത് പോലെ വിവിധ ആംഗിളുകളിലുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ടോ, അതൊരു നടപടിക്രമമാണ്. അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ്. അതൊന്ന്. രണ്ട്, നവീൻ ബാബു ഏതാണ്ട് 55 കിലോ വെയിറ്റുള്ള ഒരാളാണെന്നാണ് പറയപ്പെടുന്നത്. മൃതദേഹത്തിന് 55 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ അതിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ടാവും ആ ഡെഡ് ബോഡിക്ക്, അല്ല ആ മനുഷ്യന്. ഡെഡ് ബോഡി ആയപ്പോഴാണ് വെയിറ്റ് 55 കിലോ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു 0.5 സെൻറ്റിമീറ്റർ വളരെ ചെറിയ കനമുള്ള ഒരു കയറിലാണ്, ആ കയർ ഉപയോഗിച്ചാണ് ഇദ്ദേഹം തൂങ്ങി മരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ചോദ്യം, അത് ഫോറൻസിക്കുകാരാണ് അതിന് ഉത്തരം തരേണ്ടത്. ഇങ്ങനെ ഇത്രയും കനമുള്ള, ഇത്രയും കട്ടിയുള്ള ഒരു കയറിൽ ഒരു മനുഷ്യന്, ഇത്ര വെയിറ്റുള്ള മനുഷ്യന് തൂങ്ങി മരിക്കാൻ സാധിക്കുമോ? ശാസ്ത്രീയമായ ഉത്തരം വേണം. ഈ ശാസ്ത്രീയമായ ഉത്തരം പോലീസ് കൃത്യമായിട്ടും കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം. അത് ഹൈക്കോടതിയിൽ എത്തിക്കേണ്ടതാണ്. ഇതിവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കേസ് ഡയറിയിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അതായത് ഈ കയറിൻ്റെ കനവും ഇതുമൊക്കെ പറയുന്നുണ്ടാകും, പക്ഷേ അതിന് ഫോറൻസിക് നൽകുന്ന വിശദീകരണം അത് ഈ കേസ് ഡയറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, ഇത് സംഭവ്യമാണോ അല്ലയോ എന്നുള്ളത് അത് വ്യക്തമല്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, ഈ ഡ്രൈവർ ഷംസുദ്ദീൻ, ഇദ്ദേഹം മരിച്ചു, ബോഡി കണ്ടെത്തി, അതിനുശേഷമുള്ള ഡ്രൈവർ ഷംസുദ്ദീൻ്റെ, ഇദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ ഡ്രൈവർ ഷംസുദ്ദീൻ്റെ പെരുമാറ്റത്തിൽ അടിമുടി ദുരൂഹതയാണ്. കാരണം ഇദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഭാര്യ മഞ്ജുഷ ആദ്യം വിളിക്കുന്നത് ഷംസുദ്ദീനെയാണ്. അപ്പോൾ അവർ തമ്മിൽ അത്രയും അടുപ്പം, ഈ നവീൻ ബാബുവിൻ്റെ കുടുംബവും ഷംസുദ്ദീനുമായിട്ട് അത്രയും അടുപ്പമുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. ഏതെങ്കിലും ഒരു കാരണവശാൽ എപ്പോഴെങ്കിലും നവീൻ ബാബുവിനെ വിളിച്ചിട്ട് കിട്ടാതെ ഇരുന്നാൽ, ചിലപ്പോൾ ഇദ്ദേഹം മീറ്റിങ്ങിലായിരിക്കും, ഫോൺ എടുക്കാൻ പറ്റില്ല, ADM അല്ലേ. അപ്പോൾ ആ സമയത്ത് ഫോൺ ഒരു പക്ഷേ ഷംസുദ്ദീൻ്റെ കയ്യിൽ കൊടുത്തിരിക്കും, അല്ലെങ്കിൽ ഷംസുദ്ദീൻ്റെ നമ്പറിലേക്ക് ഇവർ വിളിച്ചിട്ടുണ്ടാകും. എന്താണ്, ഭർത്താവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, മക്കൾ വിളിച്ച് ചോദിക്കും സാധാരണ നിലയ്ക്ക്. അതുപോലെ ഇവർ ഇദ്ദേഹത്തെ കാണാതായ ഉടനെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പോൾ ആദ്യം വിളിച്ചത് ഷംസുദ്ദീനെയാണ്, വേറെ ആരെയുമല്ല.
ആ ഷംസുദ്ദീൻ്റെ പെരുമാറ്റത്തിൽ അടിമുടി ദുരൂഹതയുണ്ട്. ഈ ഇൻക്വസ്റ്റിൽ പറയുന്ന ആ അടിവസ്ത്രത്തിലെ ചോരക്കറയെക്കുറിച്ച് ഒരു ശാസ്ത്രീയ വിശദീകരണവുമില്ല. അങ്ങനൊന്നും ഉണ്ടോ ഇല്ലയോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ല. വെറുതെ അങ്ങ് എഴുതി വിട്ടിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. എന്താ, തൂങ്ങി മരിച്ചു എന്ന്. ഇത് തൂങ്ങി മരണമാണെങ്കിൽ കൃത്യമായിട്ട് ഡോക്ടറിന് പറയാനുള്ള കാര്യങ്ങളുണ്ടാവും. അതിൽ എങ്ങനെ ഈ മരണം സംഭവിച്ചിരിക്കുന്നു, ഏതാണ്ട് എത്ര മണിക്കാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചെല്ലാം അത്ര ഉറപ്പില്ലാത്ത പോലെയാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച്. എന്തായാലും അത് പുറത്തു വിടാതെ സർക്കാർ അല്ലെങ്കിൽ പോലീസ് വളരെ ഗോപ്യമായി വെച്ചുകൊണ്ട് കളിക്കുന്നുണ്ട്. അതും ഒരു ദുരൂഹതയാണ്. കൃത്യമായി ശാസ്ത്രീയമായ വിശദീകരണം ഈ കാര്യങ്ങൾക്കൊന്നിനും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തിന് പോലീസ് അത് ഒളിക്കുന്നു? ഒരു ADM അല്ലേ മരിച്ചത്? അല്ല, നിസ്സാരക്കാരനല്ലല്ലോ. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായ, ഒരു പക്ഷേ ഇനി സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കളക്ടർ വരെ ആയേനെ. അങ്ങനെയുള്ള ഒരാളെ മരിച്ചിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വിടുന്നതിൽ പോലീസ് വലിയ വീഴ്ച വരുത്തിയിരിക്കുകയാണ്. ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും നവീൻ ബാബുവിൻ്റെ മരണശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ ഗൗതം ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടില്ല. മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ വന്ന് ഇറങ്ങിയ നവീൻ ബാബു എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും അറിയില്ല. എപ്പോഴാണ് വീട്ടിലെത്തിയതെന്ന് അറിയില്ല. ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം പോയോ ഇല്ലയോ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ തെറ്റായ വാർത്തകൾ, വ്യാജ വാർത്തകൾ പലതും പുറത്തു വന്നു. ഒരു പ്രമുഖ പത്രം തന്നെ അത്തരത്തിലൊരു വ്യാജ വാർത്ത ചെയ്തു, നമുക്കറിയാലോ, മാതൃഭൂമി. അത് അപ്പോൾ തന്നെ അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. പിറ്റേ ദിവസം ആ വാർത്ത എങ്ങുമേ ഇല്ലായിരുന്നു. ഇത് മറ്റ് മാധ്യമങ്ങളൊന്നും അതിൽ തൊട്ടുമില്ല. അപ്പോൾ ഇതൊക്കെ വളരെ എന്താ പറയേണ്ട, വലിയ തോതിൽ ദുരൂഹത ഉണ്ടാക്കുന്നുണ്ട് ഈ കാര്യം. അതുപോലെ തന്നെ ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പുണ്ടായ സംഭവ വികാസങ്ങൾ, അതിനെക്കുറിച്ചും കൃത്യമായൊരു അന്വേഷണം നടന്നിട്ടില്ല. അപ്പോൾ വാസ്തവത്തിൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ അന്വേഷണം പുരോഗമിച്ചിരിക്കുന്നത്. ഒന്ന്, നവീൻ ബാബു ജീവിച്ചിരുന്ന സമയത്തുള്ള കാര്യങ്ങൾ. പെട്രോൾ പമ്പിന് അനുമതി തേടി പ്രശാന്തൻ വരുന്നത് മുതൽ മുനീശ്വരൻ കോവിലിൽ രാത്രി വന്ന് ഇറങ്ങുന്ന ഒരു സുഹൃത്ത് ഇവിടെ വരും, ഞാൻ അയാളെയും കൂട്ടി പൊയ്ക്കൊള്ളാമെന്ന് ഷംസുദ്ദീനോട് പറഞ്ഞ് മുനീശ്വരൻ കോവിലിൽ വന്ന് ഇറങ്ങുന്ന നവീൻ ബാബു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നവീൻ ബാബുവിനെ ഈ പറയുന്ന വിവരങ്ങളെല്ലാം വെച്ച്, മൊഴികളെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ നവീൻ ബാബുവിനെ ജീവനോടെ അവസാനമായി കണ്ടയാൾ ഷംസുദ്ദീനാണ്. വേറൊരാൾ നമ്മുടെ അറിവിൽ, പുറം ലോകത്തിൻ്റെ അറിവിൽ നവീൻ ബാബുവിനെ ജീവനോടെ കണ്ടിട്ടില്ല. എന്താ ഞാൻ പറഞ്ഞത്? ശരിയാണ്. അതായത് മഞ്ജുഷ തുടക്കം മുതലേ ആരോപിക്കുന്നതും ഇത് തന്നെയാണ്. അതായത് എങ്ങനെയാണോ ഇൻക്വസ്റ്റ് നടപടി നടത്തിയത് അത് മുതൽ പിന്നീട് ഇങ്ങോട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരെ അടിമുടി ദുരൂഹതയുള്ളൊരു വളരെ സങ്കീർണമായിട്ടുള്ളൊരു കേസാണ് ഈ നവീൻ ബാബുവിൻ്റെ. ഇതിൽ തുടക്കം മുതൽ തന്നെ പാർട്ടി PP ദിവ്യയെ, ഇതിലെ പ്രധാന പ്രതിയായിട്ട് നിലവിലുള്ള PP ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. അത് മാത്രമല്ല, ഹൈക്കോടതിയിൽ പാർട്ടി പറയുന്നത് CBI അന്വേഷണം വേണ്ട എന്നാണ്. പാർട്ടിയുടെ നിലപാട് ഇതിൽ ഏതെങ്കിലും രീതിയിൽ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ CBI അന്വേഷിക്കാമെന്നുമല്ല പാർട്ടി പറയുന്നത്. കണ്ണടച്ചിട്ട് പറയുന്നത് CBI അന്വേഷണത്തിൻ്റെ ആവശ്യമേ ഇല്ല എന്ന്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ രീതിയിലുമുള്ള കുറ്റമറ്റ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത് എന്നാണ്. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ, പൊതുസമൂഹത്തിന് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വ്യക്തമാവുന്നുണ്ട്. അവർ മാധ്യമങ്ങളും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളും ഒക്കെ വായിക്കുന്നവരാണ്. അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി ഒരു തരത്തിലും ശ്രമിക്കരുത്. അവർ സത്യാവസ്ഥ തിരിച്ചറിയുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടിയിൽ ആദ്യം തന്നെ മഞ്ജുഷ പറഞ്ഞതാണ്, ഈ ഇൻക്വസ്റ്റ് നടപടി ഞങ്ങൾ വരാതെ നടത്താൻ വേണ്ടി പാടില്ല. അത് ഇവർ അനുസരിച്ചില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ ബോഡി കൊണ്ടുപോകുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു. അവർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്നായിരുന്നു താല്പര്യം. അതും തെറ്റിച്ചു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങൾ, മുനീശ്വരൻ കോവിലിൽ 1 മണിക്കൂറോളം അദ്ദേഹം സ്പെൻഡ് ചെയ്തു. അദ്ദേഹം അവിടെ എന്ത് ചെയ്തു? പിന്നീട് തിരിച്ചെങ്ങനെയാണ് ഇദ്ദേഹം വീട്ടിലേക്ക് എത്തിയത്? വീട്ടിലേക്ക് എത്തുന്നത് വഴി ആരെങ്കിലും അടുത്തും ഇയാൾ സംസാരിച്ചിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളിലൊന്നും യാതൊരു തരത്തിലുമുള്ള വിശദീകരണങ്ങളോ അതിൻ്റെ ഒരു വ്യക്തതയും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ
അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നേയില്ല. അതെങ്ങനെയാണ് അത് സാധിക്കുക? ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഒരു കാര്യവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിൽ തന്നെ വ്യക്തമല്ലേ? സംശയാസ്പദമാണ്. സാഹചര്യം അത് മാത്രമല്ല, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മരണത്തിന് തൊട്ട് മുമ്പും പിമ്പുമുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ കളക്ടറുടെ മൊഴിയോ? ഈ കളക്ടർ, ഇത്രയും വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനായ കളക്ടർ പറയുകയാണ്, നവീൻ ബാബു എൻ്റെ അടുത്ത് വന്ന് കുറ്റസമ്മതം നടത്തി, തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു. എന്ത് തെറ്റാണ് സംഭവിച്ചത്? ഈ കളക്ടറെ മൊഴിയെടുത്ത് കളക്ടറോട് വിശദീകരണം ചോദിച്ച് ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ എ ഗീത റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ എന്താ പറയേണ്ട, ആ യാത്രയയപ്പ് ചടങ്ങ് PP ദിവ്യ വന്നിട്ട് പോകുന്നത് വരെയുള്ള ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തു വന്നത്. അതിനുശേഷം അതിൽ പങ്കെടുത്ത ചില ജീവനക്കാർ അവരുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളുണ്ട്. നവീൻ ബാബുവിൻ്റെ മറുപടി പ്രസംഗമുണ്ട്. ഇതെല്ലാം ശേഖരിച്ച് ഗീത സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും കണ്ടിട്ട് റവന്യൂ മന്ത്രിയുടെ അടുക്കലെത്തുകയും അത് അവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ ടേബിളിൽ എത്തുകയും ചെയ്തു. പക്ഷെ അതെല്ലാം അവിടെ അടവച്ചിരിക്കുകയാണ്. അതിനൊന്നും പുറത്തു വിടുന്നില്ല. അതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും മിണ്ടുന്നില്ല. എന്താണ് ഈ കാര്യങ്ങളിൽ? ഇതൊരു ദുരൂഹമായ ഒരുപാട് സംശയങ്ങൾ ഉണർത്തുന്ന ഒന്നല്ലേ? ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ രീതിയിൽ ഇത്തരം ആത്മഹത്യകൾ, അതായത് പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ പോലീസ് അതിൻ്റെ ഫോട്ടോഗ്രാഫിക് ദൃശ്യങ്ങൾ എടുക്കാറുള്ളതാണ്. ഈ കാര്യത്തിൽ നവീൻ ബാബുവിൻ്റെ ഒരു തൂങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങളൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അതുമാത്രമല്ല, സാധാരണ രീതിയിൽ തൂങ്ങി മരിക്കുമ്പോൾ മലമൂത്ര വിസർജനം നടക്കാറുണ്ട്. ആ കാര്യങ്ങളും ഇവിടെ എവിടെയും സൂചിപ്പിച്ചിട്ടില്ല. അത്തരം ഒരു മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ബോഡിയിലും ശരീരത്തിലും എവിടെയും യാതൊരു ചതവോ പോറലുകളോ ഒന്നുമില്ല. യൂറിനറി ബ്ലാഡർ കംപ്ലീറ്റ്ലി ക്ലീൻ ആയിരുന്നു തുടങ്ങി. അതായത് അത്രയും നേരം അന്നും രാവിലെ മുതൽ നവീൻ ബാബു അപ്പോൾ യാതൊരു ജലപാനവും കഴിച്ചിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇതൊക്കെയാണ് മഞ്ജുഷ ഉയർത്തുന്ന ചോദ്യങ്ങൾ. ഇത് കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ CBI വരും. അവിടെ പരാജയപ്പെട്ടാൽ ഈ കേസ് തള്ളിപ്പോവും, വലിയ ബുദ്ധിമുട്ടിലേക്ക് അത് പോകും. അപ്പോൾ കേസ് ഡയറി ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു തീർച്ചയായിട്ടും എന്താണ് പോലീസ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എത്രമാത്രം തെളിവുകൾ അവരതിൽ ശേഖരിച്ച് നൽകിയിട്ടുണ്ട്, അതാണ് കോടതി പരിശോധിക്കുക. ഇപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് മഞ്ജുഷയുടെ അഭിഭാഷകന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ CBI വരും, സത്യം തെളിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.